മുട്ട വെച്ചിട്ട് വെറൈറ്റി രീതിയിലുള്ളൊരു ചായക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കടിയാട്ടോ. അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പേ വെച്ചു. ഇതിൻ്റെ ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 3-4 വത്തൽമുളക്, അതായത് ഉണക്കമുളക്, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാം. പിന്നെ ഞാനൊരു തക്കാളി എടുത്ത് മുറിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഞാനതൊരു മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയില, കുരുമുളക് പൊടി. ഇനി നമുക്കിതിനകത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ശകലം വിനാഗിരി, അതായത് സുറുക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അത് കണ്ടോ, ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കരുത് കണ്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ നമ്മൾ 4 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്ത് അത് നടുവേ ഒന്ന് കീറിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഇത് കണ്ടോ, ഇതൊക്കെ അതിനകത്ത് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വെറൈറ്റി രീതിയിലുള്ളതാണ്.